ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഞാനിതാ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ക്യാബിലിരിക്കുകയാണ്. ഇത് ബാംഗ്ലൂർ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇതേ ഫേസിലൊരു കുരുവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ സങ്കടത്തിലിരിക്കുകയാണ്. ഞാൻ ഓഫീസിലെത്തി, ലോഗിനൊക്കെ ചെയ്തു. അത് കഴിഞ്ഞേരം ഫുഡ് കഴിക്കാൻ പോയി. ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും ഷോ ഓഫ്, അത്ര തന്നെ. ഇത് കഴിഞ്ഞിട്ട് ഇനി വർക്ക് ചെയ്യും. വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഫുഡ് കഴിക്കാൻ വന്നു. ഇന്ന് കബാബ് ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പം ഒരു ചായ കുടിച്ചു. ഈവനിങ് അല്ല, ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴാണ് മുകളിലേക്ക് വീണ്ടും വന്നു. ഇവിടെ നിന്ന് പാനിപൂരിയും മസാലപ്പൂരിയും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ കഴിച്ചു. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി കേട്ടോ. പിന്നെ ഓഫീസിൽ നിന്ന് ഈ വർക്ക് ചെയ്യുന്നൊന്നും കാണുന്നില്ലെന്നൊന്നും വിചാരിക്കേണ്ട. അത് ഞങ്ങൾക്ക് അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പം നമ്മളത് കാണിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് മാത്രം കാണിക്കുന്നത്. പിന്നെ റൂമിലെത്തിയപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ടെറസിൽ കൂടെ കുറേ നേരം ഇങ്ങനെ നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് ആയപ്പം ഇവിടെ ഇപ്പോൾ വിനായക ചതുർത്ഥീൻ്റെ ടൈമാണ്. അപ്പം ഇങ്ങനെ വിനായക പ്രതിമ ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ, അതിന് പറയുക, ഘോഷയാത്രയൊക്കെ പോലെ ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഡാൻസൊക്കെ കളിച്ച് പോകുന്നുണ്ടായിരുന്നു. അതും നോക്കി ഇങ്ങനെ കുറേ നേരം നിന്നു. പിന്നെ നൈറ്റിലേക്കുള്ള ഫുഡ് ഓഫീസിൽ നിന്ന് തന്നെ കൊണ്ടുവരും. അപ്പോൾ പിന്നെ റൂമിൽ വന്നു കഴിഞ്ഞാൽ വേറെ കുക്കിങ്ങും പരിപാടീസൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തിരിക്കുമായിരിക്കും. അങ്ങനെ ഇതൊക്കെ നോക്കി ഇങ്ങനെ ഞാൻ നിന്നു. ഇവിടുത്തെ വിനായക ചതുർത്ഥി എന്ന് പറയുമ്പോൾ ഇവർക്കൊരു 1 മന്ത് മൊത്തം ഇതിൻ്റെ ആഘോഷങ്ങളാണ് ഞാൻ തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാണാം ഇങ്ങനെ ഓരോ ഘോഷയാത്ര പോലെ പോകുന്നുണ്ടാവും. പിന്നെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷെഡുകളൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പൂജയും അങ്ങനെ കുറേ പരിപാടികളൊക്കെ, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ.